ഹലോ ഹൈദരാബാദ്. ഹൈദരാബാദിലെ മലയാളി രുചിയിടങ്ങൾ തേടിയുള്ള ഫുഡ് ട്രാലിയുടെ യാത്ര ഇന്നെത്തിയിരിക്കുന്നത് മരേഡ് പള്ളിയിലുള്ള ദ ന്യൂ കേരള കിച്ചണിലാണ്. മെയിൻ റോഡിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത്. വിശപ്പുള്ള ഒരു ഉച്ച സമയമായിരുന്നു. അവിടുത്തെ മെനു കാർഡ് കൂടി കണ്ടപ്പോൾ വിശപ്പ് ഒന്നുകൂടി കൂടി. കാരണം ഇതുപോലെയുള്ള ഫിഷ് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഏത് മലയാളിക്കാണ് വിശപ്പ് കൂടാത്തത്? പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ ഫിഷ് ഐറ്റംസും മട്ടൺ ഐറ്റംസും ഒന്നും അപ്പോൾ അവിടെ അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ നമ്മളങ്ങനെ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് നമ്മൾ അവിടുത്തെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കണ്ടു. വലിയൊരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കൂടിയും ഉള്ള സ്ഥലം അവർ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഓർഡർ കൊടുത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ എത്തി തുടങ്ങി. ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും അപ്പവും പിന്നെ ഒരു ചിക്കൻ കറിയും ആയിരുന്നു. പൊറോട്ട നമ്മുടെ മലയാളി കടകളിൽ കിട്ടുന്ന പോലെ ആസ് യൂഷ്വൽ ഇറ്റ്സ് ഓക്കെ. അപ്പമാണെങ്കിൽ നല്ല സൈസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല വലിയ സൈസ് ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും അപ്പത്തിന് ചെറിയൊരു പുളിപ്പരസം ഉണ്ടായിരുന്നു. ചിക്കൻ കറി ആണെങ്കിൽ സംഭവം കൊള്ളാം, നല്ല ഗ്രേവി ഉണ്ടായിരുന്നു. അത് ചിക്കനും നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പത്തിനും പൊറോട്ടയ്ക്കും പറ്റിയൊരു കോമ്പിനേഷൻ ആയിരുന്നു ഈ ചിക്കൻ കറി. ഇത് കൂടാണ്ട് പുട്ടും ഇടിയപ്പവും അവിടെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ കറികളൊക്കെ വിളമ്പിയതിന് ശേഷം ഞങ്ങൾ കഴിക്കാനായിട്ട് ആരംഭിച്ചു. ഇവാച്ചുവും ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഇവാച്ചുവിന് പൊറോട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സന്തോഷമാണ് അവനെ കാണിക്കുന്നത്. അവന് പൊറോട്ട നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ചൂടുള്ള പൊറോട്ടയിൽ ഇതുപോലെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ ഒഴിച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് അതിൽ പൊറോട്ട മുക്കി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. എൻ്റെ ഒന്നും പറയാനില്ല, സംഭവം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് തന്നെ പൊറോട്ടയും അപ്പവും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു. കറിയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്, നന്നായിട്ട് തന്നെ മസാലയും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് സമയത്ത് മൽപ്പിടുത്തത്തിന് ശേഷം നമ്മൾ അതെല്ലാം ഒന്ന് സൈഡാക്കി, പൊറോട്ടയും അപ്പവും സൈഡാക്കി. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത അടുത്ത ഐറ്റം നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അതൊരു കിഴി പൊറോട്ടയായിരുന്നു, ഒരു ബീഫ് കിഴി പൊറോട്ടയായിരുന്നു നമ്മൾ പിന്നെ ഓർഡർ ചെയ്തത്. സംഭവം അതിങ്ങനെ അഴിച്ച് വാഴയിലൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ആവി പറക്കുന്ന ചൂടോടുകൂടി നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. നല്ല സോഫ്റ്റ് പൊറോട്ടയും നല്ല സൂപ്പർ ബീഫ് കറി ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. 3 പൊറോട്ട ഉണ്ടായിരുന്നു, കൂടാതെ പുഴുങ്ങിയ മുട്ടയും ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. സംഭവം ഇതുപോലെ ഗ്രേവിയിൽ മുക്കിയെടുത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ചെന്നാൽ എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണിത്. നമ്മൾ കിഴി പൊറോട്ടയിൽ 2 പൊറോട്ട ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഇതിൽ 3 പൊറോട്ട ഉണ്ടായിരുന്നു. അത് 3ഉം നന്നായിട്ട് തന്നെ സോഫ്റ്റായി നന്നായിട്ട് കുക്കായ പൊറോട്ടയായിരുന്നു. 2 വിരലുകൾ കൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയ വിധത്തിൽ സോഫ്റ്റ് ആയിരുന്നു. ഞങ്ങളൊരു ബിരിയാണിയും കൂടി ഓർഡർ ചെയ്തിരുന്നു, പക്ഷെ പൊറോട്ട നമ്മളെ പറ്റിച്ചു. അതുകൊണ്ട് നമ്മൾ ബിരിയാണി പാഴ്സലാണ് എടുത്തത്. അവിടെ നിന്ന് ഒരു നന്നായി സർബത്തും കൂടി കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ബിരിയാണിയും ഓക്കെ ആയിരുന്നു. ഇതാണ് റെസ്റ്റോറൻറ്റ് ഉൾഭാഗം. വലിയ സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നുമില്ല, എന്നിരുന്നാലും നന്നായിട്ട് തന്നെ ഫാമിലി ആയിട്ട് ചെന്നാലും നമുക്കിരുന്ന് കഴിച്ചു പോരാൻ പറ്റിയ വിധത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്. ഇവിടെ അത് ഐസ്ക്രീമും മറ്റു പല ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അവരുടെ 15 വർഷമായതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർ ലക്കി ഡ്രോ കോമ്പറ്റീഷനും കൂടി എല്ലാ ദിവസവും അവർ നടത്തുന്നുണ്ട്. നമ്മുടെ ബില്ലിന് പുറകിൽ ഫോൺ നമ്പറും പേരും എഴുതിയിട്ടാൽ മതി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളെ അവർ ഫോൺ മുഖേന അറിയിക്കുന്നതാണ്. ഈ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെ അച്ചൂസ് എന്ന് പറയുന്ന ഒരു കേരള സ്റ്റോറും കൂടിയുണ്ട്. എല്ലാവിധ കേരള ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വരുന്നത് വെസ്റ്റ് മരേഡ് പള്ളിയിലുള്ള ദ ന്യൂ കേരള കിച്ചൺ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അവൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.